പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ പോകണം. രാജ്യതലസ്ഥാനത്ത് അതിനിർണായകമായ ഒരു കൂടിക്കാഴ്ച ഇന്ന് നടന്നു. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. സഭാ അധ്യക്ഷനായ ശേഷം ആദ്യമായാണ് ബിഷപ്പ് പ്രധാനമന്ത്രിയെ കാണുന്നത്. രാജ്യത്ത് ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഉൾപ്പെടെ സഭാ അധ്യക്ഷൻ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്രൈസ്തവ സഭാ നേതൃത്വവുമായി നിർണായക നീക്കത്തിനാണ് BJP ഒരുങ്ങുന്നത്. അനൗപചാരികമായ കൂടിക്കാഴ്ചയാണ് നടന്നതെന്ന് റാഫേൽ തട്ടിൽ പറഞ്ഞു. ക്രൈസ്തവ സഭ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടിക്കാഴ്ചയിൽ വിഷയമായില്ല. രാഷ്ട്രീയം നോക്കിയല്ല ഭരിക്കുന്ന സർക്കാരുകൾക്ക് പിന്തുണ നൽകുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു. Showed us a lot of warmth, affection, and promised to our community all what is possible from the government will do for the community. And I, as newly elected Major Archbishop of Sierra Malabar Church, informed our solidarity to the government and our cooperation for the governmental activities. So it was a cordial, informal, and I consider it, for me, felt very homely, and the Prime Minister showed us a very family warmth. Prime Minister has, for my enthronement, sent a very personal letter. I should. It's not a bureaucratic letter. It is a very personal letter, and I express my heartfelt gratitude for the warmth he has shown to me and the support he has extended. So I find it, for me, a very family, very warm coming together. We have not entered into any of that sort of, because this is a courtesy visit after my election. So I am very happy that Prime Minister showed us the warmth, and it was the first one called was me. That shows his concern for the community. There were many delegations waiting for that. The first one called was our delegation, and he expressed that no, we are with you, and you can expect all cooperation from the government. പ്രധാനമായ കൂടിക്കാഴ്ചയാണ് നടന്നത് എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുന്നു. അതിനുശേഷം അദ്ദേഹം സൗഹാർദ്ദപരമാണ് എന്ന് പറയുന്നു. രാഷ്ട്രീയം ചർച്ചയായില്ല. അതുപോലെ ക്രൈസ്തവ സഭ, ക്രൈസ്തവർ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളുണ്ട്, അവിടെ ചർച്ച ഉണ്ടായില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഏതായാലും തന്നെ പ്രധാനമന്ത്രി പരിഗണിച്ചു കാര്യമായി. കാരണം ആദ്യം തന്നെ കൂടിക്കാഴ്ചയ്ക്ക് അവസരം നൽകിയതിനെ പോസിറ്റീവായി കാണുന്നുവെന്ന് സഭാധ്യക്ഷൻ പറയുന്നുണ്ട്. ടോം കുര്യാക്കോസ് വിവരങ്ങൾ പങ്കുവെക്കും. ടോം, ഇത് പ്രധാനമായ ഒരു കൂടിക്കാഴ്ചയാണ്. കാരണം രാഷ്ട്രീയമായി BJPക്ക് നേട്ടമുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള നീക്കങ്ങൾ കേരളത്തിലുണ്ട്. സഭയ്ക്കും ചില ആവശ്യങ്ങൾ കേന്ദ്ര ഭരിക്കുന്ന സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ട്. കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്, ക്രൈസ്തവർ നേരിടുന്ന സാഹചര്യമുണ്ട്. ഈ വിഷയങ്ങളൊന്നും ചർച്ചയായില്ല എങ്കിൽ പോലും ഇത് കൃത്യമായി പറയാൻ പറ്റുന്ന ഒരു വേദിയായി ഇനിയുള്ള നാളുകളിൽ ഒരുപക്ഷെ സഭ കണ്ടേക്കും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തെ. തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഈ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ഒരു രാഷ്ട്രീയമില്ലെങ്കിൽ പോലും അതിലൊരു രാഷ്ട്രീയ സന്ദേശമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മാർ റാഫേൽ തട്ടിൽ സഭയുടെ അധ്യക്ഷനായി ചുമതലയേറ്റെടുത്ത ശേഷം നടത്തുന്ന ഒരു സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച. കാരണം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ്, അതായത് ഭരണതലത്തിലുള്ളവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു കൂടിക്കാഴ്ച എന്നാണ് സഭയുടെ ഒരു നിലപാട്. പക്ഷേ പതിവില്ലാത്ത ഇത്തരം ഒരു കൂടിക്കാഴ്ചകൾ പതിവില്ലാത്തതാണ്. കാരണം ഇതിനു മുൻപ് സഭയുടെ അധ്യക്ഷന്മാരുമായി ആരെങ്കിലും ചുമതലയേറ്റെടുത്താൽ ഒരു രാജ്യത്തെ ഒരു പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ഒരു പതിവില്ലാത്തതാണ്. പക്ഷേ ആ പതിവുകളെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് മാർ റാഫേൽ തട്ടിൽ ഇത്തരം ഒരു കൂടിക്കാഴ്ചയുമായി രംഗത്ത് വരുന്നത്. അതിനകത്ത് BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ പുലർത്തുന്നുണ്ട്. കാരണം കേരളത്തിലെ രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ വിഭാഗമായിട്ടുള്ള സീറോ മലബാർ സഭയുടെ ഒരു അധ്യക്ഷൻ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി സന്നദ്ധത അറിയിച്ച് രംഗത്ത് വരുന്നു. അതും അദ്ദേഹം ചുമതലയേറ്റിട്ട് ഒരു മാസമാകുന്നില്ല. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇത്തരമൊരു കൂടിക്കാഴ്ചയിൽ BJP വലിയ രാഷ്ട്രീയ പ്രതീക്ഷ പോലും വെക്കുന്നുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. കേരളത്തിലെ BJP വലിയ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ ആർജിക്കാനുള്ള നീക്കങ്ങൾ നടത്തുമ്പോഴാണ് മാർ റാഫേൽ തട്ടിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഇന്നത്തെ ഈ കൂടിക്കാഴ്ചയിൽ
ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാർ റാഫേൽ തട്ടിൽ പുറത്തിറങ്ങി മാധ്യമങ്ങളെ കണ്ടപ്പോൾ വ്യക്തമായ കാര്യം പറഞ്ഞു. അതായത് ഒരു അനൗപചാരികമായ കൂടിക്കാഴ്ചയാണ്, സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയാണ്. രാജ്യത്തെ ക്രൈസ്തവർ നേരിടുന്ന പ്രശ്നങ്ങളൊന്നും ഈ കൂടിക്കാഴ്ചയിൽ ചർച്ചയായില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പറയുകയുണ്ടായി. കാരണം ഈ അടുത്ത ദിവസമാണ് CBCയുടെ യോഗം, CBCയുടെ മീറ്റിംഗ് ബാംഗ്ലൂരിൽ നടന്നത്. ആ ബാംഗ്ലൂരിൽ നടന്ന മീറ്റിംഗിൽ രാജ്യത്തെ ഭരണഘടന വലിയ പ്രതിസന്ധിയിലാണ്, ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിലപാടുകളാണ് രാജ്യത്തെ ഭരണകൂടം സ്വീകരിക്കുന്നതെന്ന വലിയ രൂക്ഷമായ വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഉന്നയിച്ചിരുന്നു. രാജ്യത്ത് ക്രൈസ്തവർ വലിയ വേട്ടയാടുന്നുണ്ട്, ക്രൈസ്തവർ വലിയ രീതിയിൽ വേട്ടയാടപ്പെടുന്നുണ്ട്, ക്രൈസ്തവ ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നുണ്ട് എന്ന രീതിയിലുള്ള വിമർശനങ്ങൾ CBCI മീറ്റിംഗിൽ പല ബിഷപ്പ്മാരും ഉന്നയിച്ചു. ആ ഒരു നിലപാടുമായിട്ടാണ് CBCI മുന്നോട്ട് പോകുന്നത്. പക്ഷേ അത്തരം കാര്യങ്ങളെക്കുറിച്ച് മാർ റാഫേൽ തട്ടിനോട് ചോദിച്ചപ്പോൾ ആ കാര്യങ്ങളൊന്നും ചർച്ചയായില്ല, മണിപ്പൂർ വിഷയമൊന്നും ചർച്ച ചെയ്തില്ല, ഒരു സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ച എന്ന് തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ വിഷയങ്ങൾ, കേരളത്തിലെ ക്രൈസ്തവ വിഭാഗങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ സ്വാഭാവികമായും ചർച്ചയായി. കാരണം അതിൽ ഒന്ന് കാർഷിക വിളകളുടെ വിലത്തകർച്ച, റബ്ബർ വിലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ വിവിധ വിഷയങ്ങളൊക്കെ ചർച്ചയായി. കാരണം ഇന്നത്തെ കൂടിക്കാഴ്ചയിലും കേന്ദ്രമന്ത്രിമാരായ V. മുരളീധരനും രാജീവ് ചന്ദ്രശേഖറും അതോടൊപ്പം ഫരീദാബാദ് രൂപത അധ്യക്ഷൻ മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര, സഹായമെത്രാൻ മാർ ജോസ് പുത്തംവീട്ടിൽ ഉൾപ്പെടെയുള്ളവരാണ് ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഏകദേശം 25 മിനിറ്റോളം ഈ കൂടിക്കാഴ്ച നീണ്ടു. പാർലമെന്റ് പോസിറ്റീവായിരുന്നു. അതിനുശേഷം ബിഷപ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി പ്രതികരിക്കുകയാണ്. ആദ്യം തന്നെ തനിക്ക് അവസരം തന്നു എന്ന് പറഞ്ഞു വെക്കുന്നു. നിരവധി കൂടിക്കാഴ്ചകൾ ഉണ്ടായിട്ടും പ്രധാനമന്ത്രി തങ്ങൾക്ക് നൽകിയ പ്രാധാന്യം എടുത്തു കാണിക്കുന്നു. ഒപ്പം അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നത് മലയാളികളായ രാജീവ് ചന്ദ്രശേഖറും V. മുരളീധരനുമാണ്. നമുക്കറിയാം BJPയുടെ കേരളത്തിലെ നിരവധിയായ ലക്ഷ്യങ്ങൾ, അവിടെ അവർ കൂടി പ്രാധാന്യം നൽകുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സാധാരണ കൂടിക്കാഴ്ച എന്നതിനപ്പുറം മറ്റു പല അർത്ഥതലങ്ങളും ഇതിൽ കടന്നു വരുന്ന കൂടിയുണ്ട്. തീർച്ചയായും. കാരണം ഈ സമീപകാലത്താണ് ക്രൈസ്തവ സഭകളുടെ പിന്തുണ തേടി BJP രംഗത്തിറക്കാൻ തുടങ്ങിയത്. കാരണം കേരളത്തിൽ ഹൈന്ദവ വിഭാഗങ്ങളുടെ മാത്രം വോട്ട് കൊണ്ട് BJPക്ക് ഇവിടെ ഭരണം പിടിക്കുകയോ അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ കഴിയുകയോ ചെയ്യില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ക്രൈസ്തവ വിഭാഗത്തെ, ഇവിടുത്തെ ന്യൂനപക്ഷ, കേരളത്തിലെ ഒരു പ്രബല ന്യൂനപക്ഷ വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തണം എന്നൊരു നിലപാടിലേക്ക് BJP വരുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ പ്രധാനപ്പെട്ട ക്രൈസ്തവ വിഭാഗങ്ങളായിട്ടുള്ള ലത്തീൻ സഭയുടെയും അതോടൊപ്പം സീറോ മലബാർ സഭയുടെയും സീറോ മലങ്കര സഭയുടെയും അധ്യക്ഷന്മാരുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു. കേരളത്തിലെത്തിയപ്പോഴും അദ്ദേഹം വിവിധ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തും. പക്ഷേ അതിന് വലിയ രീതിയിൽ രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ വിമർശനം ഏൽക്കേണ്ടി വന്നു സഭാ നേതൃത്വത്തിന്. കാരണം വിചാരധാരയിൽ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ കൃത്യമായി പറയുന്നുണ്ട് BJPയുടെ ലക്ഷ്യം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം വിഭാഗവും ക്രൈസ്തവരുമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്രൈസ്തവ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന BJPക്കൊപ്പം നിങ്ങൾക്ക് പോണോ എന്ന രീതിയിൽ CPMഉം കോൺഗ്രസും പോലും വലിയ വിമർശനമൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അത് കേരളത്തിലെ സാഹചര്യവും രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിലെ സാഹചര്യവും വ്യത്യസ്തമാണ്. കാരണം എന്തുകൊണ്ടാണ് മണിപ്പൂർ ചർച്ചയായില്ല എന്നൊരു ചോദ്യം. കാരണം സീറോ മലബാർ സഭയ്ക്ക് യാതൊരു വേരോട്ടവും ഇല്ലാത്ത സംസ്ഥാനമാണ്. ഈ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ യാതൊരു വിധത്തിലുള്ള സ്വാധീനവുമില്ല. മണിപ്പൂരിൽ സീറോ മലബാർ സഭയുടെ പള്ളികളില്ല, ആ പള്ളികളൊന്നും ആക്രമിക്കപ്പെട്ടിട്ടില്ല. മാത്രമല്ല മണിപ്പൂരിൽ ഒരു ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നമാണ്, അവിടെ മറ്റൊരു വർഗീയ പ്രശ്നമല്ല എന്ന ഒരു നിരീക്ഷണം കൂടി സഭാ നേതൃത്വത്തിനുണ്ട്. പക്ഷെ അതല്ല, അതായത് വടക്കേ ഇന്ത്യയിലെ മറ്റു ചില സംസ്ഥാനങ്ങളിലും ക്രൈസ്തവ ദേവാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ സമീപ ദിവസങ്ങളിലായിരുന്നു ക്രിസ്മസ് പാപ്പാമാർക്ക് നേരെ പോലും ആക്രമണം ഉണ്ടാകുന്നു, ക്രിസ്മസ് കരോളുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു. പക്ഷെ അതൊക്കെ ഒരു രീതിയിൽ BJPക്കെതിരായിട്ടുള്ള ഒരു ക്രൈസ്തവ വിരുദ്ധ നിലപാട് വളർത്തിയെടുക്കാൻ എതിർ പാർട്ടികളൊക്കെ വലിയ ഒരു ആയുധമാക്കുന്നുണ്ടെങ്കിൽ പോലും BJP പറയുന്നു ഞങ്ങൾ ക്രൈസ്തവ വിഭാഗത്തെ കൂടി ഒപ്പം നിർത്തും, അത് അവരുടെ ആശങ്കകൾ ഞങ്ങൾ പരിഹരിക്കും എന്നൊരു തുറന്ന സമീപനമാണ് ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയിലേക്ക് അവർ മുന്നോട്ട് വെച്ച ഒരു നിലപാട്. അതുകൊണ്ട് തന്നെയാണ് സഭയുടെ വിവിധ അധ്യക്ഷന്മാരും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ, അതായത് കഴിഞ്ഞ 1-2 വർഷങ്ങളിലും BJP നേതാക്കന്മാരുമായും പ്രധാനമന്ത്രിയും അതോടൊപ്പം അമിത്ഷായും ഒക്കെ കൂടിക്കാഴ്ച നടത്തിയത്. സഭയും ആ ഒരു ബന്ധം, അതായത് ഒരു ഭരണകൂടവുമായി നല്ലൊരു ബന്ധവുമായി മുന്നോട്ട് പോകണമെന്നാണ് സഭ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപക്ഷെ
അത് മറ്റ് പല സഭയുടെ സഭ പ്രധാനമായും ചൂണ്ടിക്കാണിച്ചത് മതപരിവർത്തനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളായിരുന്നു. മതപരിവർത്തനത്തെയാണ് പ്രധാനമായും RSSും BJPയും ചോദ്യം ചെയ്യുന്നത്. പക്ഷെ അത് സഭയുടെ വളർച്ചയ്ക്ക് ഈ മതപരിവർത്തനം അനിവാര്യമാണ് എന്ന ഒരു നിലപാട് സഭാ നേതൃത്വം BJPയെ അറിയിച്ചിരുന്നു. മറ്റു പല വിഷയം, അതായത് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പയും രാജ്യത്ത് ഇന്ത്യയിൽ ഒരു മാർപ്പാപ്പ വന്നിട്ട് ഇപ്പോൾ 37 വർഷത്തിലധികമായി. 1986 അവസാനമായി ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇന്ത്യയിലെത്തുന്നത്. അതിനുശേഷം കഴിഞ്ഞൊരു 3.5 പതിറ്റാണ്ടായി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, ആഗോള കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ ഇന്ത്യയിലെത്തിയിട്ട് അദ്ദേഹത്തിന്റെ ഒരു കൂടിക്കാഴ്ച, ഇന്ത്യ സന്ദർശനം പോലും, ഭാരത സന്ദർശനം പോലും, മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനം പോലും ഇന്ത്യയിലെയും കേരളത്തിലെയും ക്രൈസ്തവ വിഭാഗം ഏറെ ആഗ്രഹിക്കുന്നുണ്ട്. അത് BJPയുമായും കേന്ദ്ര സർക്കാരുമായും നല്ലൊരു ബന്ധം സ്ഥാപിച്ചാൽ മാത്രമേ അത്തരമൊരു മാർപ്പാപ്പയുടെ ഭാരത സന്ദർശനത്തിലുള്ള അവസരം ഒരുങ്ങുകയുള്ളൂ എന്ന യാഥാർത്ഥ്യമൊക്കെ സഭ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാജ്യത്തെ ഭരണകൂടവുമായി നല്ലൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന നിലപാട് സഭ സ്വീകരിക്കുന്നത്. രഞ്ജിത്ത്, തീർച്ചയായും അത്തരത്തിൽ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട്. പക്ഷേ അപ്പോഴും സൗഹാർദ്ദപരമാണ്, രാഷ്ട്രീയം ചർച്ചയായില്ല, ക്രൈസ്തവർ നേരിടുന്ന വിഷയങ്ങളിൽ ചർച്ചയുണ്ടായില്ല. നന്ദി ടോം, വിവരങ്ങൾ പങ്കുവച്ചതിന്. സഭാധ്യക്ഷൻ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ പ്രധാനമന്ത്രിയുടെ PMO ഓഫീസിൽ നിന്നും മറ്റും PMOയുടെ ഭാഗത്തു നിന്നൊക്കെ ഒരു വാർത്താക്കുറിപ്പൊക്കെ ഉണ്ടായേക്കാം. അത് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു പ്രധാന വാർത്ത, നമുക്കറിയാം ഭാരതരത്നയുടെ ഒരു സമയമാണ്. നിരവധി ആളുകൾക്ക് ഭാരതരത്ന, കർപ്പൂരി ഠാക്കൂർ അടക്കം നിരവധി ആളുകൾക്ക് ഭാരതരത്ന നൽകിയത് നമ്മൾ കണ്ടു. ഇന്ന് 2 മുൻ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ 3 പേർക്ക് കൂടി ഭാരതരത്ന നൽകി എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് MS സ്വാമിനാഥൻ എന്നിവർക്കാണ് ഭാരതരത്ന നൽകിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് അത്. MS സ്വാമിനാഥൻ, നമുക്കറിയാം മലയാളികൾക്ക് അഭിമാനമായി MS സ്വാമിനാഥൻ്റെ ഭാരതരത്ന എന്ന പുരസ്കാരം ഉണ്ടാകുന്നു. ഇതിനു മുൻപ് പ്രധാനപ്പെട്ട ആളുകൾക്ക് ഭാരതരത്ന നൽകിയിരുന്നു. ഇന്ന് 2 മുൻ പ്രധാനമന്ത്രിമാർക്കാണ് ഇത്തരത്തിൽ നരസിംഹറാവു, ചരൺ സിംഗ് എന്നിവർക്ക് നൽകുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നു. രാഗേഷ് ചേരുന്നു. രാഗേഷ്, ഭാരതരത്ന എന്നത് പരമോന്നത പുരസ്കാരമാണ്, ആദരമേറെ അർഹിക്കുന്നതാണ്. അത് നരസിംഹറാവു മുൻ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ്. സ്വാമിനാഥൻ നമുക്ക് മലയാളികൾക്ക് അഭിമാനമാണ്. ചരൺ സിംഗുമായി ബന്ധപ്പെട്ടും നിരവധി കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, 2 പേർക്ക് നേരത്തെ കേന്ദ്ര സർക്കാർ ഭാരതരത്ന പ്രഖ്യാപിച്ചതാണ്. അതിന് പിന്നാലെ ഇപ്പോൾ 3 പേർക്ക് കൂടി ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2 മുൻ പ്രധാനമന്ത്രിമാർ ഉൾപ്പെടെ 3 പേർക്കാണ് ഇപ്പോൾ ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതായത് മുൻ പ്രധാനമന്ത്രിമാരായ PV നരസിംഹറാവു, ഒപ്പം തന്നെ ചരൺ സിംഗ്, ഇതിനു പുറമെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് MS സ്വാമിനാഥൻ എന്നിവർക്കാണ് പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇന്ന് ഭാരതരത്നത്തിന് അർഹരായിരിക്കുന്ന 2 പേർ ദക്ഷിണേന്ത്യക്കാർ ആണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായ വിഷയമാണ് വടക്കേ ഇന്ത്യയും ഒപ്പം തന്നെ ദക്ഷിണേന്ത്യയും തമ്മിലുള്ള ഭിന്നത തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ ചർച്ചയായിരുന്നു. അതിനിടയിലാണ് ഇത്തരമൊരു പ്രഖ്യാപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ഏതായാലും ഈ പ്രഖ്യാപനത്തിൽ കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് പ്രഖ്യാപനമുള്ളത്. ഇതിൽ തന്നെ ചരൺ സിംഗിന്റെ കാര്യമെടുക്കുകയാണെങ്കിൽ, ചരൺ സിംഗ് മുൻ പ്രധാനമന്ത്രിയാണ്. മാത്രവുമല്ല ചരൺ സിംഗിന്റെ മകൻ അജിത് സിംഗ് സ്ഥാപിച്ച പാർട്ടിയാണ് RLD ഇപ്പോൾ നയിക്കുന്നത് അജിത് സിംഗിന്റെ മകൻ ജയന്ത് ചൗധരിയാണ്. പടിഞ്ഞാറൻ UPയിൽ വലിയ സ്വാധീനമുള്ള, പ്രത്യേകിച്ച് ജാട്ടുകൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള പാർട്ടിയാണ് RLD. അപ്പോൾ ഈ RLD NDAയിലേക്ക് എത്തുന്നു എന്നുള്ള ചർച്ചകൾ ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ്. പ്രഖ്യാപനം മാത്രമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ബാക്കിയുള്ളത്. അതായത് അജിത് സിംഗിന്റെ പിറന്നാളാണ് 12-ാം തീയതി. അപ്പോൾ 12-ാം തീയതി ഔദ്യോഗികമായ പ്രഖ്യാപനം RLD ഇന്ത്യ സഖ്യം വിട്ട് NDAയുടെ ഭാഗമാകുമെന്ന പ്രഖ്യാപനം വരാനിരിക്കുകയാണ്. ഏതായാലും ചൗധരി ചരൺ സിംഗിന് ഇപ്പോൾ ഭാരതരത്ന നൽകിക്കൊണ്ടുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നത്. PV നരസിംഹറാവുവിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, നരസിംഹറാവു കോൺഗ്രസ് നേതാവായിരുന്നു, 5 വർഷക്കാലം പ്രധാനമന്ത്രിയായിരുന്നു. പക്ഷേ കോൺഗ്രസ് പലപ്പോഴായി അവഗണിച്ചു എന്ന ആരോപണം പല ഘട്ടങ്ങളിലായി BJP തന്നെ ഉന്നയിച്ചതാണ്. കാരണം 91 മുതൽ 96 വരെയുള്ള PV നരസിംഹറാവുവിന്റെ ഭരണകാലത്താണ് രാജ്യത്ത് വലിയ സാമ്പത്തിക പരിഷ്കരണ നടപടികളൊക്കെ നടപ്പാക്കിയത്. അന്ന് വലിയ എതിർപ്പൊക്കെ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വമായി സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളായി പിന്നീട് ഭരണത്തിന്റെ അവസാന കാലങ്ങളിലൊക്കെ തന്നെ വലിയ അകൽച്ച
നരസിംഹറാവുവിന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. മണിശങ്കർ അയ്യരെ പോലുള്ള നേതാക്കൾ BJPയുടെ ആദ്യ പ്രധാനമന്ത്രിയാണ് PV നരസിംഹറാവു എന്നടക്കമുള്ള കടുത്ത വിമർശനങ്ങളൊക്കെ പല ഘട്ടങ്ങളിലൊക്കെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുൻ ധനമന്ത്രിയായ അരുൺ ജെയ്റ്റ്ലി തുടങ്ങിയ നേതാക്കൾ തന്നെ പലപ്പോഴായി PV നരസിംഹറാവുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് PV നരസിംഹറാവുവിന്റെ ഭാരതരത്ന നൽകിക്കൊണ്ടുള്ള തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുണ്ടാവുന്നത്. ഏതായാലും ദക്ഷിണേന്ത്യയിൽ കൂടുതൽ സീറ്റുകൾ നേടുക എന്ന ലക്ഷ്യം BJPക്കുണ്ട്. അപ്പോൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തെലങ്കാനയിലും ഒപ്പം ആന്ധ്രാപ്രദേശിലും ഒരു മുന്നേറ്റം സാധ്യമാക്കുക എന്ന് തന്നെയാണ് ഇതിലൂടെ BJP ഏതായാലും ലക്ഷ്യമിടുന്നത്. ഏതായാലും 5 പേർക്ക് ഭാരതരത്ന ഈ വർഷം സമ്മാനിച്ചിരിക്കുന്നു. നേരത്തെ LK അഡ്വാനിക്ക്, കർപ്പൂരി ടാക്കൂറിനും ഭാരതരത്ന പ്രഖ്യാപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ 3 പേർക്ക് കൂടിയുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഏതായാലും അത് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ അപൂർവമായ സംഭവമായിരിക്കും. അതായത് 5 പേർക്ക് ഒരു വർഷം ഭാരതരത്ന നൽകുക എന്നത് അപൂർവമായ സംഭവമായിരിക്കും. രഞ്ജിത്ത്, തീർച്ചയായും തിരഞ്ഞെടുപ്പ് വർഷമാണ്. നമുക്ക് ഇത്തരം ഭാരതരത്നകൾ കൊണ്ട് സർക്കാർ പലവിധ ലക്ഷ്യങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. നന്ദി ER രാഗേഷ് വിവരങ്ങൾ പങ്കുവച്ചതിന്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകേണ്ടത്, ഇന്ന് ഒരു സുപ്രധാന കേസിന്റെ വിധി കോടതി പുറപ്പെടുവിച്ചു. കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷം കഠിന തടവുണ്ട്. എറണാകുളം NIA കോടതിയുടേതാണ് വിധി. കേരളത്തിൽ ചാവേർ ആക്രമണവും സ്ഫോടന പരമ്പരയും നടത്താൻ ലക്ഷ്യമിട്ട കേസിൽ പ്രതി റിയാസ് അബൂബക്കറിന് 10 വർഷത്തെ കഠിന തടവ് കോടതി വിധിച്ചിരിക്കുന്നു. NIA പ്രത്യേക കോടതിയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഇതിൽ ഇയാൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുന്നതായി കഴിഞ്ഞ ദിവസം തന്നെ കോടതി വ്യക്തമാക്കിയിരുന്നു. അതിലുള്ള വാദത്തിനു ശേഷം ഇന്ന് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പ്രത്യേക കോടതി. ഇതിൽ UAPA നിയമപ്രകാരം വകുപ്പ് പ്രകാരം 38, 39 വകുപ്പുകൾ പ്രകാരം 10 വർഷം വീതം കഠിന തടവും ഒപ്പം തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം 120B കുറ്റകരമായ ഗൂഢാലോചനയ്ക്ക് 5 വർഷവുമാണ് തടവ് വിധിച്ചിരിക്കുന്നത്. അങ്ങനെ 25 വർഷത്തെ തടവിനാണ് ആകെ വിധിച്ചിരിക്കുന്നതെങ്കിലും പരമാവധി ശിക്ഷ വിധിച്ചിരിക്കുന്ന 10 വർഷം ആ ഒരു കാലയളവാണ് അനുഭവിക്കേണ്ടത്. അതിൽ ഇത്ര കാലയളവ് 2019 ഇയാൾ അറസ്റ്റിലാകുന്നു. നാളിതുവരെയുള്ളൊരു കാലയളവ് ശിക്ഷാ കാലയളവായി സാധാരണഗതിയിൽ കണക്കാക്കും. അതിനുശേഷമുള്ള സമയമാണ് ഏതാണ്ട് 4 വർഷത്തിലധികം ഇയാൾ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള കാലം ശിക്ഷ അനുഭവിച്ചാൽ മതിയെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഇയാൾക്ക് ഈ കഴിഞ്ഞ കാലം വിചാരണ തടവുകാരനായി കഴിഞ്ഞ കാലം മാത്രം ശിക്ഷാ കാലാവധിയായി കണക്കാക്കണമെന്ന് നേരത്തെ പ്രതിഭാഗം കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയിൽ ആവശ്യമുന്നയിച്ചിരുന്നു. ഇയാളുടെ പ്രായം കണക്കിലെടുക്കണമെന്നും സാമൂഹ്യ പശ്ചാത്തലം കണക്കിലെടുക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും കോടതി അത് തള്ളിയിരിക്കുന്നു എന്ന് തന്നെയാണ് വിധിയിലൂടെ മനസ്സിലാകുന്നത്. നേരത്തെ NIA പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിൽ വളരെ ആസൂത്രിതമായ രീതിയിൽ കേരളത്തിൽ സ്ഫോടന പരമ്പര നടത്താൻ ലക്ഷ്യമിട്ടിരുന്നു പ്രതിയെന്ന് NIAക്ക് കോടതിയിൽ സമർത്ഥിക്കാൻ കഴിഞ്ഞിരുന്നു എന്നത് തന്നെയാണ് ഈ വിധിയിലൂടെ വ്യക്തമാകുന്നത്. ഇയാൾക്ക് കേരളത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള ഭീകരരുമായിട്ട് അടുത്ത ബന്ധം ഇയാൾ പുലർത്തിയിരുന്നതായി വ്യക്തമായിട്ടുണ്ട്. ശ്രീലങ്കയിൽ സ്ഫോടനം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ സഫ്രാൻ ഹാഷ്മി അടക്കമുള്ള ഭീകരരുമായി ഇയാൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നു. ഇയാൾ അറസ്റ്റിലായതിനു ശേഷമാണ് ശ്രീലങ്കയിൽ സ്ഫോടന പരമ്പര നടക്കുന്നത്. 253ഓളം പേർ അവിടെ കൊല്ലപ്പെടുകയും ചെയ്തു. അങ്ങനെ ആസൂത്രണം ചെയ്ത ഒരാളുമായിട്ടാണ് ഇയാൾ ഇവിടെ കേരളത്തിൽ സ്ഫോടനം നടത്തുന്ന കാര്യങ്ങൾ സംബന്ധിയായ ചർച്ചകളിലേക്കും പോയത്, ആസൂത്രണങ്ങൾ നടത്തിയത്. അതുകൊണ്ട് തന്നെയും വളരെ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടിയാണ് ഇയാൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയിരുന്നതെന്ന് കോടതിയിൽ NIAക്ക് സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് ഭാഗമായ തെളിവുകളടക്കം കോടതിയിലേക്ക് NIA കൈമാറുകയും ചെയ്യുന്നു. ഡിജിറ്റൽ തെളിവുകളടക്കം കൈമാറിയിരുന്നു. ഒപ്പം തന്നെയാണ് രാജ്യത്തിന് പുറത്തുള്ള മറ്റ് ഭീകരരുമായും ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അബ്ദുൾ റാഷിദ് എന്ന അഫ്ഗാനിസ്ഥാനിൽ ഭീകര സംഘടനകളെ നിയന്ത്രിക്കുന്ന ആളുമായി ഇയാൾ ബന്ധപ്പെട്ടിരുന്നു. ഒപ്പം ഇവിടെ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് 14ഓളം പേരെ ഭീകരപ്രവർത്തന ISL ചേർക്കുന്നതിന് റിക്രൂട്ട്മെൻറ്റ് നടത്തിയിരുന്നു. ഇവരെയും ഇയാൾ കണ്ടതായിട്ടുള്ള വിവരങ്ങൾ NIAക്ക് ലഭിച്ചിരിക്കുന്നു. അങ്ങനെ വലിയ രീതിയിൽ തന്നെ ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് തന്നെയായിരുന്നു ഈ റിയാസ് അബൂബക്കർ പ്രവർത്തിച്ചിരുന്നത് എന്ന കാര്യം കോടതിയിൽ NIA വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ NIA കോടതി പ്രത്യേക കോടതിക്ക് അത് കാര്യങ്ങൾ വളരെ വ്യക്തമാകുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന കോടതി ഉത്തരവ്. 25 വർഷം അതിൽ ഈ ശിക്ഷ പ്രഖ്യാപിച്ചിരിക്കുന്ന പരമാവധി ശിക്ഷയിൽ 10 വർഷം, ആ 10 വർഷത്തിൻ്റെ കഠിന തടവ് തന്നെയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. പരമാവധി ശിക്ഷ നൽകണമെന്നുള്ള NIAയുടെ അപേക്ഷ അത് കോടതി പരിഗണിച്ചിരിക്കുന്നു. ഈ തെളിവുകളും സാഹചര്യങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് NIA പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഇതിൽ ഇയാൾ കൊച്ചിയിൽ എത്തിയ നാൾ മുതൽ
ഇയാൾക്ക് ഒപ്പമുണ്ടായിരുന്ന 2 പേർ കേസിൽ മാപ്പുസാക്ഷികളായിരുന്നു. അത് ഈ കേസിൽ വളരെ നിർണായകമായിരുന്നു. ഇയാൾ അത്തർ വിൽപ്പനക്കാരനായിട്ടാണ് കൊച്ചിയിലേക്ക് എത്തിയതും ഇവിടെ സ്ഫോടനത്തിന് ആസൂത്രണം നടത്തുകയും ഗൂഢാലോചന നടത്തുകയും എല്ലാം ആ രീതിയിൽ തന്നെയായിരുന്നു. ഇയാൾക്കൊപ്പമുണ്ടായിരുന്നവർ 2 പേർ, കൊല്ലം സ്വദേശിയും അതോടൊപ്പം തന്നെ കാസർഗോഡ് സ്വദേശിയുമായ 2 പേരാണ് മാപ്പുസാക്ഷികളായത്. അവർ നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം വലിയ രീതിയിലുള്ള സ്ഫോടന പരമ്പരകൾ നടത്താൻ ഇയാൾ ലക്ഷ്യമിട്ടിരുന്നതായാണ് അവർ മൊഴി നൽകിയിരുന്നത്. ഇയാൾ നടത്താനിരുന്ന വലിയ കൊടുംപാതകത്തിൽ തങ്ങൾക്ക് പങ്കുചേരാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് അവർ ഇതിൽ നിന്ന് പിന്മാറുകയും പിന്നീട് NIA ഈ കേസിൽ മാപ്പുസാക്ഷികളാകുകയും നിർണായക വിവരങ്ങൾ കൈമാറുകയും ചെയ്തത്. ഇതെല്ലാം തന്നെ ഈ കേസിൽ അതിനിർണായകമാവുകയായിരുന്നു. ഈ തെളിവുകളും സാഹചര്യങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ NIA കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പാലക്കാടും ഒപ്പം മലപ്പുറത്തും NIAയുടെ റെയ്ഡ് നടന്നു എന്നുള്ളതാണ്. മനുഷ്യാവകാശ പ്രവർത്തകരായ CP റഷീദിന്റെ പാണ്ടിക്കാട്ടെ വീട്ടിലും സഹോദരൻ ഇസ്മായിലിന്റെ യാക്കരയിലെ ഫ്ളാറ്റിലുമായിരുന്നു റെയ്ഡ് നടത്തിയത്. ഹൈദരാബാദിലെ UAPA കേസുമായി ബന്ധപ്പെട്ടായിരുന്നു റെയ്ഡ്. ഇസ്മായിലിന്റെ ഫോൺ NIA സംഘം പിടിച്ചെടുത്തു. തെലങ്കാനയിൽ ഒരാളെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു മാസം മുൻപായിരുന്നു. അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് CP ഇസ്മായിൽ, CP റഷീദ്, മുരളി കണ്ണമ്പിള്ളി, പിന്നെ മാധ്യമപ്രവർത്തകനായ KP സേതുനാഥ് എന്നിവരെ ഈ കേസിൽ ഉൾപ്പെടുത്തി, കള്ളക്കേസ് ചമച്ച് അവരെ ആ കേസിൽ ഉൾപ്പെടുത്തി. ആ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണെന്ന് പറഞ്ഞായിരുന്നു ഇന്നലെ NIA റെയ്ഡ് ഉണ്ടായിരുന്നത്. രാവിലെ 5 മണിക്കാണ് വന്നത്. 9 മണിയാവുമ്പോഴാണ് ഞാൻ താമസിക്കുന്ന യാക്കരയിലുള്ള ഫ്ളാറ്റിലായിരുന്നു വന്നിരുന്നത്. രാവിലെ 5 മണിക്ക് വന്നു. 9 മണിയാകുമ്പോൾ റെയ്ഡ് കംപ്ലീറ്റ് ചെയ്ത് പോയി. അതേ സമയം തന്നെ തെലങ്കാനയിലും CP റഷീദിന്റെ കുടുംബ വീട്ടിലും ഇതുപോലെ റെയ്ഡ് നടന്നിരുന്നു. അത് ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. കാരണം CP ഇസ്മായിൽ കഴിഞ്ഞ ഇപ്പോൾ ഞങ്ങളുടെ മാരേജിന് ശേഷം ഇവിടെ തന്നെ നിലവിലുള്ള ആളാണ്, ഒളിവിലുള്ള ആളല്ല. മാത്രമല്ല CP ഇസ്മായിലെ മറ്റ് കേസുമായി ബന്ധപ്പെട്ട് പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ സൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കോടതിയിൽ കേസുണ്ട്, പൂനെ കോടതിയിൽ കേസുണ്ട്, അവിടെ ഹാജരാകുന്നുണ്ട്. മറ്റുള്ള ആൾക്കാർ, മുരളി കണ്ണമ്പിള്ളി, CP റഷീദ്, KP സേതുനാഥ്, ഇവരെല്ലാവരും നിലവിൽ ഇവിടെ അവൈലബിൾ ആയ പേഴ്സൺസ് ആണ്. എന്നിട്ടും അവർ ഈ ക്രൈമിൽ ഉൾപ്പെട്ടു എന്ന ഒരു കള്ളക്കേസിൽ അവർ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തരത്തിൽ ഭരണകൂടം ഇങ്ങനെയുള്ള മാവോയിസ്റ്റ് ആണെന്ന് ആരോപിച്ചുകൊണ്ട് അടിച്ചമർത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത, ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത് കഴിഞ്ഞ കുറേ ദിവസമായ അന്തരീക്ഷത്തിലുള്ള വാർത്തയാണ് SFIOയുടെ കേരളത്തിലെ റെയ്ഡുകൾ. 2 പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇതിനകം തന്നെ റെയ്ഡ് നടത്തി. വീണയെ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ നിർണായക നീക്കത്തിൽ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. KSIDC ആസ്ഥാനത്തെ പരിശോധനയ്ക്ക് പിന്നാലെ വീണ വിജയനെ സംഘം അടുത്ത ദിവസം തന്നെ ചോദ്യം ചെയ്തേക്കുമെന്നും വിവരമുണ്ട്. ഇതിനിടെ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ടുള്ള എക്സാലോജിക് ഹർജി കർണാടക ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ടോം കുര്യാക്കോസ് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ടോം, വീണ വിജയനെ ചോദ്യം ചെയ്യുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നമുക്കറിയാം KSIDCയിൽ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ പശ്ചാത്തലമുണ്ട്. കർത്തായുടെ കമ്പനിയിൽ പരിശോധനകൾ നടത്തി രേഖകൾ പിടിച്ചെടുത്ത സാഹചര്യമുണ്ട്. ഇനി എക്സാലോജിക്കിൻ്റെ ഒരേ ഒരു ഉടമയായ വീണ വിജയനെ ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അവരുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട അന്വേഷണ മാർഗം. അത് എപ്പോഴുണ്ടാകുമെന്നുള്ളതാണ് തലസ്ഥാനമടക്കം കാത്തിരിക്കുന്നത്. എവിടെ വെച്ചുണ്ടാകുമെന്നതും നിർണായകമാണ്. കാരണം AKI സെൻ്ററുണ്ട്, ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ വസതിയുണ്ട്, ക്ലിഫ് ഹൗസ് ഉണ്ട്. അതോ അവിടെയൊന്നും അല്ലാത്ത മറ്റൊരു കേന്ദ്രമുണ്ടോ എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങൾ മാധ്യമങ്ങളിലുണ്ട്. എന്താണ് പ്രതീക്ഷിക്കേണ്ടത് ഈ ഘട്ടത്തിൽ, ടോം? രഞ്ജിത്ത്, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക്കിന് കരിമണൽ കമ്പനിയായ CMRL 1,72,00,000 രൂപ മാസപ്പടിയായി 2016 മുതലുള്ള കാലയളവിൽ നൽകിയെന്ന കേസുമായി ബന്ധപ്പെട്ടാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇപ്പോൾ നടപടിയുമായി മുന്നോട്ട് നീങ്ങുന്നത്. അതായത് BJP നേതാവ് ഷോൺ ജോർജിന്റെ പരാതിയിൽ കഴിഞ്ഞ മാസം ജനുവരി 31-ാം തീയതിയാണ് SFIO കേസ് ഏറ്റെടുക്കുന്നത്, കേസിന്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത്. അതിന്റെ തുടർച്ചയായും CMRLന്റെ, അതായത് കരിമണൽ കമ്പനിയായ CMRLന്റെ ആലുവയിലെ ആസ്ഥാനത്ത് കഴിഞ്ഞ 2 ദിവസം റെയ്ഡ് നടത്തിയിരുന്നു. അതിന് പിന്നാലെ
പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള KSIDCയുടെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്തും പരിശോധന നടത്തിയിരുന്നു. ഈ 2 പരിശോധനയിൽ നിന്നും അക്കൗണ്ട് വിവരങ്ങൾ അടക്കമുള്ള രേഖകൾ SFIO പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ്, അതായത് ഈ കേസിൽ പ്രധാനമായും SFIO അന്വേഷണ പരിധിയിലുള്ളത് CMRL, KSIDC, മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്, ഈ 3 കമ്പനികളാണ്. അതായത് ഈ നിലവില് CMRLിലും KSIDCയിലും അവരുടെ പരിശോധന നടന്നു. അതിന്റെ തുടർച്ചയായി ഇനി SFIOയുടെ നീക്കം മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മകൾ എക്സാലോജിക്കിലേക്ക് ഈ 1,72,00,000 രൂപ എത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുന്നതിന്റെ ഭാഗമായി ഉടൻ തന്നെ ഈ കമ്പനിയുടെ ഏക മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള വീണ വിജയനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് SFIO. ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകും. അതൊരു പക്ഷേ രഞ്ജിത്ത് ചോദിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ വസതിയായിട്ടുള്ള ക്ലിഫ് ഹൗസിലോ അതല്ലെങ്കിൽ വീണ വിജയന്റെ ഭർത്താവിന്റെ ഔദ്യോഗിക വസതിയിലോ ആയിരിക്കാം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഉണ്ടാവുക. ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഉണ്ടാകും. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ എക്സാലോജിക്കെതിരായ അന്വേഷണം SFIOയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സാലോജിക്ക് വീണ വിജയൻ കർണാടക ഹൈക്കോടതിയിലേക്ക് ഹർജി സമർപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരുപക്ഷെ ആ ഹർജി പരിഗണിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ CPM ഒരു വശത്ത് പറയുന്നത് അന്വേഷണം നടക്കുന്നത് അതൊരു രാഷ്ട്രീയ വേട്ടയാടലാണ്, മുഖ്യമന്ത്രി പിണറായി വിജയനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ്, BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും രാഷ്ട്രീയ വേട്ടയാടലാണ്. അത് ആ വഴിക്ക് അന്വേഷണം നടക്കട്ടെ എന്ന് CPM നിലപാടെടുത്ത അതേ സാഹചര്യത്തിൽ തന്നെയാണ് നിയമ നടപടിയുമായി ഈ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം KSIDC കേരള ഹൈക്കോടതിയെ ഈ അന്വേഷണം KSIDCക്കെതിരായ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും ആ ആവശ്യം KSIDCയുടെ ആവശ്യം പൂർണ്ണമായും തള്ളുകയായിരുന്നു ഹൈക്കോടതി. ഇനി എന്തായിരിക്കും വീണ വിജയന്റെ ഹർജിയിന്മേൽ കർണാടക ഹൈക്കോടതിയുടെ നിലപാട് എന്തായിരിക്കും, അതിനനുസരിച്ചായിരിക്കും SFIOയുടെ തുടർ നീക്കങ്ങൾ. ഏതായാലും അതും നിർണായകമാണ്. കാരണം കേരള ഹൈക്കോടതിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമുണ്ട്. പക്ഷേ കർണാടക ഹൈക്കോടതിയെ, അവിടെ നമുക്കറിയാം കർണാടകയിലാണ് ആ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്, കർണാടക ഹൈക്കോടതി എന്ത് തീരുമാനിക്കുമെന്നത് പ്രധാനമാണ്. അന്വേഷണം ഏതായാലും SFIO തുടരുകയാണ്. 2 പ്രധാനപ്പെട്ട കമ്പനികളിൽ റെയ്ഡ് കഴിഞ്ഞു. ഇനി എക്സാലോജിക്കിലുള്ള പരിശോധന മാത്രമാണ് ബാക്കിയുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി അതും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ഏത് നിമിഷവും. നമുക്ക് മറ്റു ചില വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി അന്വേഷണം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്ന ആരോപണത്തിൽ നിന്ന് രക്ഷ നേടാൻ കോൺഗ്രസും UDFും ഇപ്പോഴത്തെ അന്വേഷണം മരവിച്ചാൽ കോടതിയെ സമീപിക്കും. മുഖ്യമന്ത്രിയുടെ മകളെന്ന ധാർമ്മിക പരിഗണന വീണ വിജയന് നൽകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ അല്ലല്ലോ ആരോപണം, മുഖ്യമന്ത്രിക്കെതിരെയുള്ള ആരോപണം കൂടിയല്ലേ. മുഖ്യമന്ത്രി അറിയാതെ മകൾ ഇങ്ങനെ ഒരു കമ്പനിയുമായി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി, ആ എഗ്രിമെൻറ്റിൽ യാതൊരു ഒന്നും പ്രൊവൈഡ് ചെയ്യാതെ അവിടെ നിന്ന് പണം കിട്ടിയെന്ന് പറയുന്നത് ശരിയല്ല. ഈ മുഖ്യമന്ത്രിക്കെതിരായിട്ടും ആക്ഷേപമുണ്ടല്ലോ അതിൻ്റെ അകത്ത്. ഈ ഫൈൻഡിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരാൾ പ്രധാന സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് ഈ ഇടപാട് നടന്നതെന്ന് പറയുന്നുണ്ടല്ലോ. ഈ ഫൈൻഡിങ്ങിലുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രി ഇതിൻ്റെ അകത്ത് പ്രതിയാക്കപ്പെടേണ്ട ഒരാളാണ്. മാത്രമല്ല KSIDC പോലെ സർക്കാരിൻ്റെ ഒരു സ്ഥാപനം, ഒരു ഏജൻസി പോയി ഇതിൻ്റെ അകത്ത് പാർട്ട്ണറാണ്. അവർ പാർട്ട്ണറായിട്ടുള്ളൊരു കമ്പനിയാണ് മകളുടെ കമ്പനിയുമായിട്ട് എഗ്രിമെൻ്റ് വെച്ചത്. അപ്പോൾ ഗുരുതരമായ തെറ്റുകൾ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ആനുകൂല്യം, അതൊരു കുടുംബാംഗം എന്നുള്ള ആനുകൂല്യം നൽകില്ല. അല്ല, നൽകേണ്ട ആ ആനുകൂല്യമാണ് അവർ കൈപ്പറ്റിയത്. അല്ലെങ്കിൽ വേറൊരു കമ്പനി വെറുതെ ആർക്കെങ്കിലും പണം കൊടുക്കുമോ? വെറുതെ ആർക്കെങ്കിലും പണം കൊടുക്കുമോ? ഒരു വ്യക്തിക്ക് വെറുതെ പണം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ടല്ലേ ആനുകൂല്യം കിട്ടിയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്തിനാണ് അത് പ്രത്യേകമായ പരിഗണന അതിൻ്റെ അകത്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. വീണ വിജയനെതിരായ ആരോപണത്തിൽ UDFിന്റെ സമര സംവിധാനം ഫലപ്രദമല്ല എന്ന ആക്ഷേപത്തിലുള്ള മറുപടിയാണ് മഞ്ജുഷുമായി സതീശൻ പങ്കുവച്ചത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. നിറയൊഴിക്കുകയായിരുന്നു. പിന്നാലെ സ്വയം വെടിവെച്ച് മൗറിസ് ആത്മഹത്യ ചെയ്തതായി പോലീസ് അറിയിച്ചു. കേരളത്തിൽ നിന്നും അയോധ്യയിലേക്കുള്ള ആദ്യ സ്പെഷ്യൽ ട്രെയിൻ രാവിലെ 10 മണിക്ക് കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടും. മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്കാണ് ട്രെയിനിൽ യാത്ര ചെയ്യാൻ അനുവദിച്ചിട്ടുള്ളത്. IRCTCയുടെ ആസ്ഥ സ്പെഷ്യൽ ട്രെയിനാണിത്. 3300 രൂപയാണ് കൊച്ചുവേളിയിൽ നിന്നും അയോധ്യയിലേക്കുള്ള ടിക്കറ്റ് നിരക്ക്. ടെസ്ല, കൊറിയയും ഹുണ്ടായി മോട്ടോറും ഉൾപ്പെടെ 4 കാർ നിർമ്മാതാക്കൾ 72,000 വാഹനങ്ങൾ തിരിച്ചു വിളിക്കും. കൊറിയൻ ഗതാഗത മന്ത്രാലയമാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മോഡൽ Y ഉൾപ്പെടെ ഏകദേശം 63,991 ടെസ്ല യൂണിറ്റുകളുടെ ഓട്ടോ പൈലറ്റ് സിസ്റ്റത്തിലെ സോഫ്റ്റ്വെയർ തകരാറാണ് തിരിച്ചു വിളിക്കാനുള്ള കാരണം.
ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷന്റെ ഓഹരി വിലയിൽ കുതിപ്പ്. റെക്കോർഡ് നിലവാരത്തിലാണ് വ്യാപാരം നടക്കുന്നത്. ഓഹരി വില കുതിച്ചതോടെ വിപണി മൂല്യം 7 ലക്ഷം കോടി കടന്നു. വ്യവസ്ഥകൾ പാലിക്കാൻ പേടിഎമ്മിന് മതിയായ സമയം നൽകിയിട്ടുണ്ട് എന്ന് RBI. വ്യവസ്ഥകൾ തുടർച്ചയായി ലംഘിച്ചതിനാലാണ് പേടിഎം പേയ്മെന്റ് ബാങ്കിനെതിരെ നടപടിയെടുത്തത്. നേരത്തെ തന്നെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. തിരുത്തൽ നടപടികൾ സ്വീകരിക്കാൻ ആവശ്യമായ സമയം അനുവദിച്ചിട്ടുണ്ട് എന്നും റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ ജെ സ്വാമിനാഥൻ വ്യക്തമാക്കി. CMRL മാസപ്പടി കേസിൽ SFIO അന്വേഷണത്തിനെതിരെ എക്സാലോജിക് സമർപ്പിച്ച ഹർജി ഇന്ന് കർണാടക ഹൈക്കോടതി പരിഗണിച്ചേക്കും. SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. കേസിൽ കേന്ദ്ര സർക്കാരും SFIO ഡയറക്ടറുമാണ് എതിർകക്ഷികൾ. വീണ വിജയന് നോട്ടീസ് നൽകുമെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് എക്സാലോജിക്കിന്റെ നീക്കം. കേരളത്തിൽ ചാവേർ ആക്രമണം നടത്താൻ പദ്ധതിയിട്ട കേസിൽ കൊച്ചി NIA കോടതി ഇന്ന് ശിക്ഷാവിധി പറയും. പാലക്കാട് സ്വദേശി റിയാസ് അബൂബക്കർ കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തിയിരുന്നു. സമൂഹത്തെയാകെ നശിപ്പിക്കാൻ ശ്രമിച്ചതിന് റിയാസിന് പരമാവധി ശിക്ഷ നൽകണമെന്ന് NIA ആവശ്യപ്പെട്ടു. പരമാവധി 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ തെളിഞ്ഞു. കിഫ്ബി മസാല ബോണ്ട് കേസിൽ വീണ്ടും സമൻസ് അയച്ചത് ചോദ്യം ചെയ്തുള്ള മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. പെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED നീക്കം ചോദ്യം ചെയ്ത് കിഫ്ബി സമർപ്പിച്ച ഹർജിയും പരിഗണിക്കും. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. പെമ നിയമലംഘനം പരിശോധിക്കാൻ EDക്ക് അധികാരമില്ല എന്നാണ് ഹർജികളിലെ പ്രധാന വാദം. വണ്ടിപ്പെരിയാർ കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബം നൽകിയ മമ്മൂട്ടി ഫാൻസ് മോഹൻലാലാണ് കൂടുതൽ. ലാലേട്ടൻ ഫാൻസ് വിജയ് അഭിനയം നിർത്തി. വിജയ് പൊളിറ്റിക്സിലേക്ക് ഇറങ്ങുന്നതിലുള്ള നിങ്ങളുടെ അഭിപ്രായം ഞാൻ ചോദിക്കാം. ഒരൊറ്റ സിനിമയോട് അഭിനയം നിർത്താൻ പോകുന്നു, എന്താണ് അഭിപ്രായം? അത് വേണ്ടായിരുന്നു. എന്താ കാര്യം? എന്തൊക്കെ പറഞ്ഞാലും വിജയ് അഭിനയിക്കണമായിരുന്നു. എന്ത് എലമെന്റാ വിജയിലേക്ക് ഇങ്ങനെ അട്രാക്ട്? വിജയ് ആക്ട് ചെയ്യുന്നതിന് എനിക്കിഷ്ടം. രാഷ്ട്രീയമാണ് വേണ്ടത്. വിജയ്ക്ക് നല്ല മനസ്സുണ്ട്, ഗോൾഡൻ ഹാർട്ടാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും സഹായിക്കും എന്നല്ല, അത് മാത്രമല്ല ഒരു അഹങ്കാരവും ഇല്ലാത്ത ഒരു മനുഷ്യനും കൂടെയാണ്. പാഠം 4 നാളെ രാത്രി 9:30. പകൽ വാർത്ത തുടരുകയാണ്. KPCCയുടെ സമരാഗ്നി ജനകീയ പ്രക്ഷോഭയാത്ര. KPCCയും സമരരംഗത്താണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള സമരമാണ് KPCC നടത്തുന്നത്. ഇന്ന് കാസർഗോഡ് തുടക്കം കുറിക്കുന്നു. അധ്യക്ഷൻ K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും യാത്ര ഒരുമിച്ച് നയിക്കുന്നു. വൈകിട്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ യാത്ര ഉദ്ഘാടനം ചെയ്യുമെന്ന വിവരമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. 14 ജില്ലകളിലും പര്യടനം നടത്തുന്ന സമരാഗ്നി ഈ മാസം 29-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. എല്ലാ ദിവസവും ജനങ്ങളുമായി കൂടിക്കാഴ്ച നടത്തി അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന ജനകീയ സദസ്സും സംഘടിപ്പിക്കും. സദസ്സ് പരാജയപ്പെട്ടുവെന്ന ആരോപണം തെറ്റെന്ന് VD സതീശൻ പറഞ്ഞു. UDFന്റെ സമര പരമ്പരയുടെ തുടക്കമാണ് സമരാഗ്നി. KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒരുമിച്ച് ജാഥ നയിക്കുന്നത് ഒരുമയുടെ ഉദാഹരണമെന്നും അസൂയപ്പെട്ടിട്ട് കാര്യമില്ലെന്നും VD സതീശൻ പറഞ്ഞു. അഴിമതി ഒരു പ്രധാന ഘടകമാണ്. ആ അഴിമതി നിരന്തരമായി നേരത്തെ സ്വർണ്ണക്കള്ളക്കടത്ത്, ലൈഫ് മിഷൻ പദ്ധതി, K-ഫോൺ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറ, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനിലെ അഴിമതി, മാസപ്പടി വിവാദം, ഈ 6 അഴിമതി ജനങ്ങളുമായി ഞങ്ങൾ പങ്കുവയ്ക്കും. ഇതിനെക്കുറിച്ചൊക്കെ, ഈ മാസപ്പടി വിവാദത്തെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായി ഈ യാത്രയിൽ പറയും. ഈ സർക്കാരിന്റെ അഴിമതിയും തൂർത്തും കെടുകാര്യസ്ഥതയുമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ദിവസം വന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആളുകളെയാണ് ഈ കേസ് നടത്താൻ വേണ്ടി. KV ബൈജു കാസർഗോഡ് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, എല്ലാ യാത്രകളുടെയും ആരംഭം കാസർഗോഡ് നിന്നാണ്. കാസർഗോഡ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു പ്രധാന സ്പോട്ടാണ് യാത്രകൾ ആരംഭിക്കാൻ. തിരുവനന്തപുരത്തേക്കാണ് വരവ്. എന്ത് പ്രതീക്ഷിക്കണം? വലിയ ജനപങ്കാളിത്തം ഉണ്ടാകും, അത് ഉറപ്പിക്കും പാർട്ടി നേതൃത്വം. കാരണം ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലാണ്. ശക്തി തെളിയിക്കാൻ KPCCക്ക് കോൺഗ്രസിന് അവസാന അവസരമാണ്. ബൈജു, കേൾക്കാമോ?
കാസർഗോഡ് ഇന്ന് യാത്ര തുടങ്ങുകയാണ്. സതീശനും സുധാകരനും ഒരുമിച്ച് നയിക്കുന്നു. ഇരുവരും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇടതുപക്ഷമടക്കം പ്രചരിപ്പിച്ച സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഒറ്റക്കെട്ടായി ഈ യാത്ര നടത്തുന്നത് അഭിമാനമാണ് എന്നാണ് സതീശൻ പറഞ്ഞത്. കാരണം രണ്ടുപേരും ഒരുമിച്ചുള്ള ഒരുപക്ഷെ KPC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ചരിത്രത്തിൽ ആദ്യമായി ഒരുമിച്ച് നടത്തുന്ന ഒരു യാത്ര കൂടിയാകും ഇത്. അഭിമാന പോരാട്ടമാണ്. എന്ത് പ്രതീക്ഷിക്കണം ബൈജു? തീർച്ചയായും രഞ്ജിത്തെ, വലിയ ഒരുക്കങ്ങളാണ് ഈ സമരാഗ്നി പരിപാടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ഈ യാത്ര പര്യടനം ചെയ്യും. ഒപ്പം ഈ തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ കൂടുതൽ സജ്ജരാക്കുക എന്ന് തന്നെയാണ് യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളാണ് ഓരോ സ്ഥലത്തും ഉണ്ടാകുക. ഏതായാലും അല്പസമയം മുമ്പ് എൻഡോസൾഫാൻ അനിശ്ചിതകാല സമരം നടക്കുന്ന വേദിയിൽ ഇത്തരത്തിൽ VD സതീശൻ സന്ദർശിക്കുകയുണ്ടായി. അവിടെ നിന്നാണ് സർക്കാരിനെതിരെ വലിയ വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും 4 മണിയോടുകൂടി KC വേണുഗോപാൽ ജില്ലയിലെത്തും. K. സുധാകരൻ ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. എന്തായാലും കൃത്യം 4 മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. വലിയ ജനപങ്കാളിത്തം ഉദ്ഘാടന പരിപാടിയിൽ ഒരുക്കുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ ആൾക്കാർ വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഓരോ സ്ഥലങ്ങളിലും ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും കൂടുതൽ ജനങ്ങളെ പങ്കെടുപ്പിച്ച് ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഒരു വലിയ മൂഡിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന് വേണം ഇതിന് കരുതാൻ. എന്തായാലും നവകേരള സദസ്സിന് തൊട്ടു പിന്നാലെയാണ് BJPയുടെ ഒരു കേരള യാത്ര പുറപ്പെട്ടത്. അതിന് പിന്നാലെ ഇപ്പോൾ KPCCയുടെ യാത്ര കൂടി കാസർഗോഡ് നിന്നും തുടക്കമാവുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പിന് എല്ലാ പാർട്ടികളും ഒരുങ്ങി. അത് കാസർഗോഡ് നിന്ന് തന്നെ യാത്രകൾ ആരംഭിക്കുന്നു എന്ന് തന്നെയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കോൺഗ്രസിന്റെ ഒരു യാത്ര കൂടി ഏതായാലും ഇത്തരത്തിൽ പോവുകയാണ്. 29-നാണ് പുത്തരിക്കണ്ടം മൈതാനിയിൽ മഹാറാലിയോടുകൂടി വലിയ പരിപാടിയോടുകൂടി ഇതിന്റെ സമാപനം നിശ്ചയിച്ചിട്ടുള്ളത്. എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും ദേശീയ തലത്തിലുള്ള അതുപോലെ തന്നെ നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ ഒരുക്കങ്ങളാണ് ഇപ്പോൾ ജില്ലയിൽ ഉള്ളത്. എല്ലാ നേതാക്കളും എത്തിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് പ്രവർത്തകരെ കൂടുതൽ സജ്ജരാക്കുക എന്ന് തന്നെയാണ് പ്രധാനമായും യാത്ര കൊണ്ട് ലക്ഷ്യമിടുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഈ യാത്ര. എന്നാലും എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. രഞ്ജിത്ത്, KV ബൈജു വിവരങ്ങൾ പങ്കുവച്ചു. പാർലമെന്റിലേക്ക് കൊണ്ടുപോയാൽ ധവളപത്രത്തിന്മേൽ ലോക്സഭയിൽ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പരാജയപ്പെട്ട 5-ൽ നിന്ന് ആദ്യ 5-ലേക്ക് ഉയർത്തിയത് മോദി സർക്കാരാണെന്നാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അവകാശവാദം. 2008-ലെ പ്രതിസന്ധി മറികടക്കാൻ UPA സർക്കാർ പരാജയപ്പെട്ടതായും ധനമന്ത്രി വിമർശിച്ചു. 8 മണിക്കൂർ ചർച്ചയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രാകേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാകേഷ്, ഇന്നലെ കേരളത്തിന് വളരെ പ്രധാനമായി കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയൊക്കെ ഉന്നയിച്ച ധനപ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ധവളപത്രം ഇറക്കി. UPA സർക്കാരിന്റെ കാലത്തും NDA സർക്കാരിന്റെ കാലത്തും നൽകിയ ഫണ്ട് വിഹിതങ്ങൾ ചൂണ്ടിക്കാട്ടി ധനമന്ത്രിയുടെ മറുപടി ഉണ്ടായിരുന്നു. അതിനും കേരളവും മറുപടി കൊടുത്ത സാഹചര്യമുണ്ട്. ഇത് ഈ പറഞ്ഞതുപോലെ വികസന കാര്യത്തിലും ധനകാര്യത്തിലുമൊക്കെ UPA സർക്കാരിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത NDA എന്ന് പറഞ്ഞു വെക്കുകയാണ് ധനമന്ത്രി. രഞ്ജിത്ത്, ഇന്ന് പാർലമെന്റ് വർഷകാല സമ്മേളനം അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ ഒരു ദിവസം കൂടി സർക്കാർ നീട്ടി, സഭാ സമ്മേളനം ഒരു ദിവസം കൂടി നീട്ടി. അതിന് പ്രധാനപ്പെട്ട കാര്യം ഈ ധവളപത്രം കൊണ്ടുവരിക, അതിൽ ചർച്ച നടത്തുക എന്ന് തന്നെയായിരുന്നു ലക്ഷ്യം. രഞ്ജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ 10 വർഷം മുമ്പ് UPA സർക്കാരിൻ്റെ കാലത്തെ കാര്യങ്ങൾ ധവളപത്രം ഇപ്പോൾ എന്തിന് എന്നൊരു ചോദ്യമുണ്ട്. അതിൻ്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിനുള്ള ഉത്തരം. പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ വലിയ അവഗണന നേരിടും എന്ന ആരോപണം, വിമർശനം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ധവളപത്രം ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നതും അതിനുമേലുള്ള ചർച്ച നടക്കുകയും ചെയ്തതും. ഏതായാലും 12 മണിക്കൂർ ചർച്ചയാണ് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ വലിയ വിമർശനമാണ് UPA സർക്കാരിനെതിരെ 2004 മുതൽ 2014 വരെ രാജ്യം ഭരിച്ച UPA സർക്കാരിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് അധികാരമേൽക്കുമ്പോൾ 2014 മോദി സർക്കാർ അധികാരമേൽക്കുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് രാജ്യം നേരിട്ടിരുന്നത്. സാമ്പത്തിക രംഗം തകർന്നിരിക്കുകയായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അർപ്പണ മനോഭാവമാണ് ഇന്ത്യയെ തിരികെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയത് എന്നാണ് ധനമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ധനമന്ത്രി വിവരിച്ച പ്രധാനപ്പെട്ട കാര്യം പരാജയപ്പെട്ട 5-ൽ നിന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ആദ്യ 5-ലേക്ക് ഉയർത്തി എന്നുള്ളതാണ്. ഒപ്പം UPA സർക്കാരിൻ്റെ ആയുള്ള താരതമ്യവും NDA സർക്കാരുമായുള്ള താരതമ്യവും ധനമന്ത്രി നടത്തുകയുണ്ടായി. പ്രത്യേകിച്ച് 2010-ലെ കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി, ഒപ്പം കൽക്കരി അഴിമതി തുടങ്ങി UPA കാലത്തെ അഴിമതി കേസുകളും ധനമന്ത്രി എണ്ണി പറയുകയുണ്ടായി. അങ്ങനെ വലിയ വിമർശനം
പ്രതിപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെ ധനമന്ത്രി ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ ധനമന്ത്രി സംസാരിക്കുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായി. ധനമന്ത്രി പറയുന്നത് നുണയാണ് എന്ന് പ്രതിപക്ഷാംഗങ്ങൾ പറയുകയും ചെയ്തു. ഇത് സഭാരേഖകൾ നീക്കണമെന്ന് ധനമന്ത്രി ആവശ്യപ്പെട്ടു. ഏതായാലും ചർച്ച ഇപ്പോഴും നടക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ മനീഷ് തിവാരിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മനീഷ് തിവാരി വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം ഇത് കേവലം തെരഞ്ഞെടുപ്പ് അജണ്ട മാത്രമാണ്, തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ മാത്രമാണ് അതാണ് ഇപ്പോൾ ധനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന വിമർശനമാണ് മനീഷ് തിവാരിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും BJP ഇപ്പോൾ ലക്ഷ്യമിടുന്നത് കോൺഗ്രസും BJPയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ നേരത്തെ കോൺഗ്രസ് ഭരിക്കുകയും ഇപ്പോൾ BJP ഭരിക്കുന്നതുമായ സംസ്ഥാനങ്ങളിൽ സമാനമായ രീതിയിൽ ധവളപത്രം പുറത്തിറക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ BJP എത്തിയിരിക്കുന്നത്. അതൊരു പ്രചാരണ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരിക എന്ന തീരുമാനത്തിലേക്കും BJP എത്തിയിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് പാർലമെന്റിൽ സമ്മേളനം പുരോഗമിക്കുന്നു. ധനപ്രതിസന്ധി തന്നെയാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ സീറ്റ് ധാരണയായി എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമുണ്ട്. പതിവ് പോലെയാണ്, വ്യത്യാസങ്ങളൊന്നുമില്ല. 15 സീറ്റിൽ CPM, 4 സീറ്റുകളിൽ CPI, ഒപ്പം കേരള കോൺഗ്രസ് 1 സീറ്റ്. കോട്ടയം സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകും. നാളെ ചേരുന്ന ഇടതുമുന്നണി യോഗം ഔദ്യോഗികമായി ഈ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കും. നവകേരള സദസ്സും ഡൽഹി സമരവും നൽകിയ ഊർജ്ജം ഉൾക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിലേക്ക് മാറ്റുകയാണ് ഇടതുമുന്നണി നേതൃത്വം. നാളെ ഇടതുമുന്നണിയുടെ സംസ്ഥാന നേതൃയോഗം ചേരും. സീറ്റ് വിഭജനമാണ് പ്രധാനപ്പെട്ട അജണ്ട. ഇതിനകം തന്നെ മുന്നണിയിൽ കക്ഷികൾ തമ്മിലുള്ള ചർച്ചയിൽ ഏകദേശ സീറ്റ് ധാരണ ആയിക്കഴിഞ്ഞു. കഴിഞ്ഞ തവണ 16 സീറ്റിലാണ് CPM സ്വതന്ത്രരുമായി മത്സരിച്ചത്. ഇത്തവണ അത് 15ആയി ചുരുങ്ങും. കാരണം കഴിഞ്ഞ തവണ UDF-നൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസ് എം ഇത്തവണ ഇടതുമുന്നണിയിലാണ്. അവിടെ സിറ്റിംഗ് MP കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് ഇത്തവണ അവർക്ക് വിട്ടു നൽകും. അങ്ങനെ 1 സീറ്റ് കേരള കോൺഗ്രസ് എമ്മിന് നൽകുമ്പോൾ CPM മത്സരിക്കുന്ന സീറ്റുകൾ 15ആയി ചുരുങ്ങും. 4 സീറ്റുകളാണ് CPI കഴിഞ്ഞ കുറച്ചു നാളുകളായി മത്സരിക്കുന്നത്. അവർക്ക് ആ 4 സീറ്റുകൾ തന്നെ നൽകും. അങ്ങനെ 15-4-1 എന്ന നിലയിലാകും ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനം. നാളെ ചേരുന്ന മുന്നണി യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ ധാരണയും പ്രഖ്യാപനവും ഉണ്ടാകും. യാതൊരു തർക്കങ്ങളുമില്ലാതെ മുന്നണി സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്ന് കൺവീനർ EP ജയരാജൻ ന്യൂസ് 18 പറഞ്ഞു. ഇനിയിപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊന്നും ഞങ്ങൾക്ക് അധിക സമയമൊന്നും വേണ്ടിവരില്ല. കാരണം വളരെ ശരിയായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നണിയുടെ എല്ലാ മുന്നണി ഘടക പാർട്ടികളുടെയും ഐക്യവും സാഹോദര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ എല്ലാവരുടെയും സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലായിരിക്കും ഇവിടെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളും ചർച്ചകൾ, തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുമായുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം ചേരുകയാണ്. നാളെയും മറ്റന്നാളും സംസ്ഥാന കൌൺസിലും ചേരും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നാളെയും അടുത്ത 2 ദിവസങ്ങളിൽ സംസ്ഥാന സമിതി യോഗങ്ങളും ചേരും. സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പ്രാഥമിക ധാരണ ഈ നേതൃയോഗങ്ങളിലും ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് അധികം വൈകാതെ, ഒരുപക്ഷെ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണി നേതൃത്വമുള്ളത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലുടൻ, വിജ്ഞാപനം വന്നാലുടൻ സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാകാനാണ് ഇടതുമുന്നണിയുടെ തീരുമാനം. PV അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പാകിസ്ഥാനിലും വലിയ ട്വിസ്റ്റാണ്. രാവിലെ മുതൽ വമ്പൻ ട്വിസ്റ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. ആദ്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാൻ, ക്രിക്കറ്റ് താരമായ ഇമ്രാൻഖാന്റെ പാർട്ടി മുന്നിലാണ് എന്നായിരുന്നു. ഇപ്പോൾ ഫലങ്ങൾ മാറി മറിയുകയാണ്. ആദ്യഘട്ടത്തിൽ മുന്നിലായിരുന്ന ഇമ്രാൻഖാന്റെ പാർട്ടി ഇപ്പോൾ 2ാം സ്ഥാനത്താണ്. തെഹ്രീക്ക്-ഇ-ഇൻസാഫ് എന്ന പാർട്ടിയാണ് ഇപ്പോൾ 2ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത്. നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് ലീഡ് നേടിയിരിക്കുന്നു. നവാസ് ഷെരീഫും സഹോദരൻ ഷഹബാസ് ഷെരീഫും വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചതായി പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെളിപ്പെടുത്തി. അതേസമയം വോട്ടെണ്ണൽ മന്ദഗതിയിൽ പുരോഗമിക്കുന്നു. അശ്വിനി വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അശ്വിനി, ട്വിസ്റ്റോടെ ട്വിസ്റ്റാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നതിൽ നമുക്കൊരു വ്യക്തതയില്ല. കാരണം അനിശ്ചിതത്വങ്ങൾ നിറഞ്ഞ തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്. എന്ത് പ്രതീക്ഷിക്കണം? തെഹ്രീക്ക്-ഇ-ഇൻസാഫിനൊക്കെ അട്ടിമറിയുടെ ഒരു ആശങ്ക കൂടിയുണ്ട് തെരഞ്ഞെടുപ്പിൽ. രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ട്വിസ്റ്റോട് ട്വിസ്റ്റ് തന്നെയാണ്. കാരണം വീണ്ടും ഇതിന്റെ റിസൾട്ട് മാറി മറിഞ്ഞിരിക്കുന്നു എന്നതാണ് പുതിയതായിട്ടുള്ള വിവരം. തെഹ്രീക്ക്-ഇൻസാഫ് പാർട്ടി 24 സീറ്റിൽ മുന്നിട്ട് നിൽക്കുന്നു. ബിലാവൽ ഭൂട്ടോയുടെ പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി 24 സീറ്റിലും എത്തിയിട്ടുണ്ട്. അതേസമയം നവാസ് ഷെരീഫിന്റെ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് പാർട്ടി 18 സീറ്റുകളിലേക്കും ചുരുങ്ങി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇത്തരത്തിൽ ഓരോ നിമിഷവും മാറി മറിയുന്ന ഫലമാണ് പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്. അതേസമയം നവാസ് ഷെരീഫിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ആരോപണവുമായി തെഹ്രീക്ക്-ഇൻസാഫ് പാർട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം നവാസ് ഷെരീഫിനെതിരെ മത്സരിച്ച തെഹ്രീക്ക്-ഇൻസാഫ് പാർട്ടിയുടെ നേതാവ് ആദ്യമേ, അതായത് 70% വോട്ടെണ്ണുമ്പോൾ അവർ മുന്നിലായിരുന്നു. അതിനുശേഷമാണ് നവാസ് ഷെരീഫ് ഇത്ര വലിയ ഒരു ഭൂരിപക്ഷത്തിൽ വിജയിച്ചിരിക്കുന്നതെന്ന് ആണ് അവർ ആരോപിക്കുന്നത്. അതായത് വോട്ടെണ്ണലിലടക്കം അട്ടിമറി ആരോപണമാണ് തെഹ്രീക്ക്-ഇൻസാഫ് പാർട്ടി തുടക്കം മുതൽ ഉന്നയിക്കുന്നത്. പുതിയ ഒരു ലീഡ് നിലയുടെ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തെഹ്രീക്ക്-ഇൻസാഫ് പാർട്ടി
പാകിസ്ഥാൻ മുസ്ലിം ലീഗിനോട് പരാജയം സമ്മതിക്കാൻ ആവശ്യപ്പെട്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. രഞ്ജിത്ത്, ഏതായാലും ട്വിസ്റ്റോടെ ട്വിസ്റ്റാണ്. വൈകുന്നേരത്തോടു കൂടി ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കാം. അശ്വിനിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മറ്റൊരു പ്രധാന വാർത്ത ഇന്ന് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏറെ ദുരിതപൂർണമായ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ. കോവിഡ് കാലത്തുണ്ടായ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനാവാതെ ജീവനൊടുക്കിയത് 5 ബോട്ടുടമകളായിരുന്നു. തമിഴ്നാടും കർണാടകയും ആഴക്കടൽ മത്സ്യബന്ധനത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പിഴ ചുമത്തി തൊഴിലാളികളെ പിഴിയുകയാണ് സംസ്ഥാന സർക്കാർ. നിവർത്തികെട്ട പലരും ബോട്ടുകൾ ആക്രി വിലയ്ക്ക് പൊളിച്ചു വിൽക്കുകയാണ്. മത്സ്യത്തൊഴിലാളി മേഖലയിൽ എത്രമാത്രം ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് നിലനിൽക്കുന്നത്? കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് മത്സ്യത്തൊഴിലാളി മേഖല കരകയറിയോ? കഴിഞ്ഞ 2 വർഷത്തിനിടെ യന്ത്രവൽകൃത ബോട്ടുടമകളായ 5 പേരാണ് ആത്മഹത്യ ചെയ്തത്. എത്രമാത്രം തൊഴിൽ പ്രതിസന്ധി ഉണ്ടെങ്കിലായിരിക്കും ഒരാൾ ജീവനൊടുക്കാൻ തീരുമാനിക്കുക? ഈ മത്സ്യബന്ധന മേഖല കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധിയുടെ കാലഘട്ടമാണിത്. 1979-80 കാലഘട്ടത്തിലായിരുന്നു ഇത്രയും വലിയൊരു പ്രതിസന്ധി ഇതിനു മുൻപുണ്ടായത്. ഈ ആഗോളതാപനവും അമിതമായ ചൂടും കാരണം കടലിൽ മത്സ്യത്തിൻ്റെ ലഭ്യത വളരെയേറെ കുറഞ്ഞിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഈ ഡീസലിൻ്റെ അമിതമായ വിലവർധനവും ഇതിൻ്റെ ഉപകരണങ്ങളുടെ എല്ലാം വിലവർധനവും കൂടി ആയപ്പോൾ സ്പെയർ പാർട്സ് ആയാലും വലയായാലും മറ്റു ഉപകരണ സാധനങ്ങളെല്ലാം പ്രവർത്തന ചെലവ് വളരെ കൂടി. കടലിൽ നിന്ന് കിട്ടുന്ന മത്സ്യങ്ങളും പിന്നെ വിൽക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ടും ഇത് നമ്മൾ ചിലവാക്കി പോകുന്ന എമൗണ്ട് തമ്മിൽ ഒരിക്കലും ടാലി ആവുന്നില്ല. അങ്ങനെ കടക്കണിയിലേക്ക് മാറിയതുകൊണ്ട് ഏകദേശം 700ഓളം ബോട്ടുകൾ പ്രവർത്തിച്ചിരുന്ന ഈ ഹാർബറിൽ നിന്ന് 600ഓളം ബോട്ടുകളും ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇന്ത്യയിലെ ബാക്കി 8 സംസ്ഥാനങ്ങളിലും മത്സ്യബന്ധന മേഖല പ്രവർത്തിക്കുന്നതിന് ഡീസലിന് സബ്സിഡി കൊടുക്കുന്നുണ്ട്. കേരളം മാത്രം നമുക്ക് സബ്സിഡി തരുന്നില്ല. അതുമാത്രമല്ല, ഇന്ത്യ ഗവൺമെൻറ്റും ഇതിനെ യാതൊരു വിധമായി പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇന്ത്യ ഗവൺമെൻറ്റും ഈ മേഖലയ്ക്ക് വേണ്ടിയിട്ടുന്ന ഇതിൻ്റെ ഉൽപ്പാദകരായ മത്സ്യത്തൊഴിലാളികൾക്ക് നേരിട്ട് ഒരു സഹായം കിട്ടുന്ന തരത്തിൽ ഒരു പ്രോജക്റ്റും വരുന്നില്ല. ഈ വരുന്ന മത്സ്യത്തിനകത്ത് ചെറുത് വന്നാൽ 50% മേളിൽ ചെറുമത്സ്യങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ ചെറുത് പിടിച്ചു എന്നുള്ള രീതിയിൽ മത്സ്യത്തൊഴിലാളിയെ നിയമപരമായി വിധേയമാക്കാൻ പാടുള്ളൂ എന്നാണ് അന്ന് CMFR കൊടുത്ത നിർദ്ദേശം സർക്കാർ. പക്ഷേ CMFR കൊടുത്ത ഈ നിർദ്ദേശം മനഃപൂർവ്വം ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് അത് ആ നിയമം നടപ്പിലാക്കുന്നതിന് ചെറുമത്സ്യങ്ങൾ പിടിച്ചാൽ ഞങ്ങൾ 2.5 ലക്ഷം രൂപ ഒരു കുട്ടയാണെങ്കിലും ഈ 2.5 ലക്ഷം രൂപ ഇപ്പോൾ കണ്ടുവരുന്ന അങ്ങനെയാണ്. നമ്മുടെ മത്സ്യബന്ധനം കഴിഞ്ഞ് ബോട്ടായാലും വള്ളങ്ങളായാലും വന്നാൽ ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു ഹോം ഗാർഡ് വന്നാൽ ആ ബോട്ടിൽ കയറി അയാൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണെങ്കിൽ അയാൾ വന്ന് കയറി നോക്കിയിട്ട് ഒരു കൂട്ടം മീനിരിക്കുകയാണെങ്കിൽ അയാൾ പറയുകയാണ് ഇത് ചെറുമത്സ്യമാണെന്ന് പിടിച്ചു കഴിഞ്ഞാൽ 4 ലക്ഷം 5 ലക്ഷം രൂപ ചിലവാക്കി വരുന്ന മത്സ്യങ്ങൾ മൊത്തം സർക്കാരിലേക്ക് കണ്ടുകിട്ടും. ഒപ്പം ഇതിൻ്റെ കൂടെ 2.5 ലക്ഷം രൂപ ഫൈൻ ശിക്ഷ അടിക്കും. ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥർ നമ്മളെ പിടിക്കുന്നു, ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥർ കുറ്റപത്രം തയ്യാറാക്കുന്നു, ഫിഷറീസിൻ്റെ ഉദ്യോഗസ്ഥർ നമ്മളെ ശിക്ഷിക്കുന്നു. ഇതിനിടയ്ക്കെങ്ങും ഒരു സ്ഥലത്തും നമുക്ക് ഇങ്ങനെ ഒരു നീതി നമുക്കെങ്ങും ലഭിക്കുന്നില്ല. നമ്മളെ ബോധപൂർവം ഒരു ഉദ്യോഗസ്ഥൻ ശിക്ഷിക്കണമെന്ന് വിചാരിച്ചാൽ നമ്മളെ ശിക്ഷിക്കാനായിട്ടുള്ള ഒരു നിയമമാണ് ഇപ്പോൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. മത്സ്യബന്ധന മേഖലയുടെ അനുബന്ധ വ്യവസായമാണ് ഐസ് പ്ലാന്റുകൾ. കൊല്ലം ജില്ലയിൽ നേരത്തെ 120ഓളം ഐസ് പ്ലാന്റുകൾ പ്രവർത്തിച്ചിരുന്നു. ഇപ്പോഴാകട്ടെ കഷ്ടിച്ച് 10-ൽ താഴെ എണ്ണവും. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്ലാന്റിൽ നിന്ന് നേരത്തെ പ്രതിദിനം 600ഓളം ബ്ലോക്കുകൾ വിതരണം ചെയ്തിരുന്നു. ഇപ്പോഴാകട്ടെ കഷ്ടിച്ച് 30 എണ്ണവും. പാനഞ്ചേരിൻ്റെ ഒരു ഐസ് പ്ലാന്റ് പ്രവർത്തിക്കണമെങ്കിൽ എങ്ങനെ വന്നാലും ഒരു 4 ലക്ഷം രൂപയ്ക്ക് മുകളിൽ 4-5 ലക്ഷം രൂപ ചിലവാണ് പ്രതിമാസം. അതിനുശേഷം വേണം ഇതിൻ്റെ ഓണറിന് എന്തെങ്കിലും കിട്ടുവാൻ വേണ്ടി. ഇപ്പോഴത്തെ രീതിക്ക് നമ്മൾ ഈ 300 ബ്ലോക്ക് ഐസാണ് നമ്മൾ ഈ പറയുന്ന ഒരു ദിവസം പ്രൊഡക്ഷൻ. അതിൽ 50 എണ്ണമൊക്കെയാണ് പോകുന്നത്. രാവിലെ വന്ന് കട തുറക്കും, വൈകുന്നേരം ഇരിക്കും, ശമ്പളം വാടകയും കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ തിരിച്ചു പോകും. ഞാനും കടലിലെ അനുബന്ധ തൊഴിലാളിയാണ്, മീൻപിടുത്തക്കാരനായിരുന്നു. അപ്പോൾ ആ സാഹചര്യങ്ങളൊക്കെ വയസ്സായപ്പോൾ ഒരു കട ആരംഭിച്ചതാണ്. 10 രൂപയ്ക്ക് പോലും ഗുണമില്ല. 1 കോടി രൂപയോളം മുടക്കിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി ഇവിടെ കൊല്ലത്ത് വന്ന് പറഞ്ഞ കോയമ്പത്തൂരിൽ നിന്ന് കമ്പനി ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഈ എൻജിൻ സ്പെയർ ഉണ്ടാക്കുന്നത്. അതും എല്ലാം താറുമാറായി നശിച്ചു കിടക്കുകയായി. ഞങ്ങളിപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് അതായത് ലാക്ക് ഓഫ് റോ മെറ്റീരിയൽ. നമുക്ക് ആവശ്യത്തിന് റോ മെറ്റീരിയൽ കിട്ടുന്നില്ല. പ്രത്യേകിച്ചും ഈ ചെമ്മീൻ ഐറ്റംസ് നമുക്ക് ബോട്ടുകൾക്ക് പോകാൻ പറ്റുന്നില്ല. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർസീസ് മാർക്കറ്റിൽ പല ഷ്രിമ്പ് ഐറ്റത്തിനും ഡിമാൻഡില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് വളരെ ചീപ്പായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ നമ്മളുടെ പർച്ചേസ് പ്രൈസ് നമ്മൾ വളരെ കുറഞ്ഞ രീതിയിൽ നമുക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത് ഇവിടുത്തെ ബോട്ട് വ്യവസായത്തിൽ അവർക്ക് ആ പ്രൈസ് ബാൻഡിൽ അവർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും സബ്സിഡി ചെയ്യണം. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് റോഡ് ടാക്സ് സെസ് വരുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഫിഷിംഗ് ഫ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ് ശരിക്കും അത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരിഗണിക്കാവുന്ന കാര്യങ്ങളാണ്. ഇത്
അത് ശരിക്കും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇവിടുത്തെ ഈ വർക്ക്ഷോപ്പുകളുടെ ഇപ്പോഴത്തെ പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളത്? ഡെയിലി 2-3 ബോട്ടുകൾ 3-4 ബോട്ടുകൾ കരക്കയറ്റാനായിട്ട് വന്ന് റിപ്പയർ ചെയ്യാൻ കാത്തു കിടക്കുന്ന ഒരു യാർഡായിരുന്നു ഇത്. മാസങ്ങളായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു ബോട്ട് പോലും കരക്കയറ്റാൻ വരുന്നില്ല. അതിൻ്റെ കാരണം ബോട്ടുകൾ പണിക്ക് പോകുന്നില്ല. പണിക്ക് പോയാലല്ലേ ബോട്ടുകൾ റിപ്പയറും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകത്തുള്ളൂ. ഇവിടെ തന്നെ 8-9 തൊഴിലാളികളുണ്ടായിരുന്ന ഇപ്പോൾ ഒരു 2 തൊഴിലാളികളായിട്ട് ചുരുക്കിയിരിക്കുകയാണ്. അതുപോലെ ബോട്ട് കയറ്റുന്ന യാർഡാണ് ഈ കാണുന്നത്. ഇതിൻ്റെ പുറകിൽ കാണുന്നത് ബോട്ട് കയറ്റുന്ന യാർഡാണ്. ബോട്ട് വെള്ളത്തിൽ നിന്നും കരക്കയറ്റി റിപ്പയർ ചെയ്യുന്ന യാർഡാണ് അത്. ഇവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 10-20 തൊഴിലാളികളുണ്ടായിരുന്ന ഇപ്പം 2 മാസമായിട്ട് ഒരു തൊഴിലാളികളെ പോലും നിലനിർത്താൻ പറ്റാത്തൊരവസ്ഥയിലാണ്. മാത്രമല്ല എൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, അവിടെ ഇതിന് പകരം ബോട്ടുകൾ പോകാൻ പറ്റാത്തത് കൊണ്ട് ബോട്ട് പൊളിക്കുന്ന ഒരു യൂണിറ്റ് ഇതിനോട് ചേർന്ന് ഇപ്പം വേറെ അനുബന്ധമായിട്ട് പ്രവർത്തിക്കും. അതായത് റിപ്പയർ ചെയ്ത് കടലിൽ പോകുന്നതിന് പകരം മുതലാവാത്തത് കൊണ്ട് ബോട്ട് ഉടമസ്ഥർ നഷ്ടത്തിലായതിൽ അത് പൊളിച്ചു മാറ്റുന്ന ഒരവസ്ഥയിലേക്കാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ ഇപ്പം ഞാനീ നടത്തുന്ന ഈ വർക്ക്ഷോപ്പിൽ 2 മാസമായിട്ട് എനിക്ക് ഒരു പണികളും ഇല്ല. ശക്തികുളങ്ങരയിലും നീണ്ടകരയിലും മാത്രമല്ല സംസ്ഥാനത്തെ എല്ലാ മത്സ്യത്തൊഴിലാളി മേഖലയിലും ഇതാണ് അവസ്ഥ. വി വിനോദിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. കോഴിക്കോട് കോന്നാട് ബീച്ചിലെ മഹിളാ മോർച്ചയുടെ സദാചാര പോലീസിംഗിൽ പ്രതിഷേധം ശക്തം. ഡിവൈഎഫ്ഐ അടക്കമുള്ള യുവജന സംഘടനകളടക്കം മഹിളാ മോർച്ചയുടെ നടപടിക്കെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്നലെ വൈകിട്ടാണ് ചൂലുമായി എത്തിയ പ്രവർത്തകർ ബീച്ചിലിരുന്ന യുവതി യുവാക്കളെ വിരട്ടി ഓടിച്ചത്. ബീച്ചിലെ പ്രതിഷേധം തുടരാനാണ് ബിജെപിയുടെ തീരുമാനം. വൈകിട്ട് കോന്നാട്ട് നാട്ടുകൂട്ടം ജില്ലാ പ്രസിഡന്റ് വി കെ സജീവൻ പങ്കെടുക്കും. എം എസ് സനീഷ് കുമാർ ചേരി. മനീഷ്, ഈ ഇന്നലത്തെ പ്രതിഷേധം ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ഇപ്പോൾ അത് മറ്റു തലത്തിലേക്ക് മാറുകയാണ്. ഡിവൈഎഫ്ഐയുടെ എതിർപ്പ് വരും. വൈകുന്നേരം സംഘർഷഭരിതമായ സാഹചര്യങ്ങളിലേക്ക് മാറിയേക്കാം. എന്താണ് പോലീസിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, ഇന്നലെ ന്യൂസ് 18ലൂടെയാണ് ഈ ബീച്ചിലെ സദാചാര പോലീസിംഗ് പുറംലോകം അറിഞ്ഞത്. ഇതേ തുടർന്ന് വിവിധ കോണുകളിൽ നിന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനങ്ങൾ ഉയരുന്നു. അനുകൂലിച്ചും കുറേ ആളുകൾ രംഗത്തെത്തുന്നു. എന്നാൽ ഡിവൈഎഫ്ഐ ഇതിനെതിരെയാണ് ഇന്ന് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. വൈകുന്നേരം 5 മണിക്ക് കോന്നാട്ട് ബീച്ചിലാണ് ഈ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരു സദാചാര ഗുണ്ടായിസം കേരളത്തിൽ അനുവദിക്കാനാവില്ല. പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല ഇത്തരം പ്രവൃത്തികൾ എന്നാണ് ഡിവൈഎഫ്ഐ കുറ്റപ്പെടുത്തുന്നത്. എന്നാൽ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിന് തൊട്ടു മുമ്പ് 4:00 ബിജെപി ജില്ലാ പ്രസിഡന്റ് സജീവൻ ഇന്ന് ബീച്ചിൽ എത്തുന്നുണ്ട്. അദ്ദേഹം അവിടുത്തെ അമ്മമാരുമായി നാട്ടുകാരുമായി ആശയവിനിമയം നടത്തും. എന്താണ് അവിടുത്തെ പ്രശ്നങ്ങളെന്ന് ചോദിച്ച് മനസ്സിലാക്കുമെന്നാണ് അറിയുന്നത്. അതിനുശേഷം ഇന്നലെ സമരത്തിന് നേതൃത്വം നൽകിയ ബിജെപി പ്രാദേശിക നേതാക്കളുടെ ഒരാളായ നേതാക്കളുടെ വീട്ടിൽ ഒന്നൊരു നാട്ടുകൂട്ടം എന്ന പേരിൽ നാട്ടുകാരെ വിളിച്ചു ചേർത്തൊരു സംഗമം നടത്തുന്നു. അതായത് ഈ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെ ബിജെപി ഒരുങ്ങുന്നു. ബിജെപി ജില്ലാ നേതൃത്വത്തിൻ്റെ ഒരു പിന്തുണയും ഈ പരിപാടിക്ക് ലഭ്യമാക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ബിജെപിയുടെ നാട്ടുകൂട്ടം ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്താണ് ഈ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം നടക്കുന്നത്. പോലീസ് എന്തായാലും ശക്തമായ സന്നാഹങ്ങൾ തന്നെ ഒരുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇന്നലെ ഈ സദാചാര പോലീസിംഗ് നടന്ന സമയത്തും പോലീസുകാരുടെ സാന്നിധ്യം ബീച്ചിലുണ്ടായിരുന്നു. ഈ പ്രതിഷേധക്കാർ എത്തും മുമ്പ് ബീച്ചിലിരുന്ന ജോഡിയായി ഇരുന്ന യുവതി യുവാക്കളോട് ആ സ്ഥലത്ത് നിന്നും മാറാൻ പറയുകയും ആളുകൾ പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം വന്നവർക്ക് നേരെയാണ് ചൂലുമായി ഒരു പ്രതിഷേധം നടത്തിയത്. അതിനുശേഷം ആ സമയത്തും വനിതാ പോലീസുകാരുടെ അടക്കം സാന്നിധ്യം ഉണ്ടായെങ്കിലും എം എസ് സനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ പത്തനംതിട്ടയിൽ വീണ്ടും കോടികളുടെ നിക്ഷേപ തട്ടിപ്പ്. ഈ നിക്ഷേപ തട്ടിപ്പുകളുടെ വാർത്ത ഒരുപാട് വരുന്നുണ്ട്. 100 കോടിയാണ് ഇത്തവണ നിക്ഷേപമുണ്ടായിരുന്ന. G&G ഫിനാൻസിന്റെ 48 ശാഖകളും അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങി. പത്തനംതിട്ട തെള്ളിയൂർ സ്വദേശികളായ ഗോപാലകൃഷ്ണൻ നായർ, ഭാര്യ സിന്ധു, മകൻ ഗോവിന്ദ്, മരുമകൾ ലേഖ ലക്ഷ്മി എന്നിവരാണ് മുങ്ങിയത്. ഇവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകളുണ്ട്. തൃശ്ശൂരിൻ്റെ നവീന വസ്ത്രസങ്കല്പമായ സ്നോ വ്യൂ ടെക്സ് കളക്ഷൻസ് ഇനി മുതൽ ട്യൂലൈൻ ഡിസൈനർ വേൾഡ് എന്ന് അറിയപ്പെടും. നടി സമിത പ്രബോധ് വ്യാഴാഴ്ച ജനങ്ങൾക്കായി ഇത് തുറന്നുകൊടുത്തു. ചടങ്ങിൽ ICL ഫിൻകോർപ്പ് CMD അഡ്വക്കേറ്റ് KG അനിൽകുമാർ, CEO ഉമാൻ അനിൽകുമാർ, പ്രൊമോട്ടർ അമൽജിത്ത് മേനോൻ, MLA P ബാലചന്ദ്രൻ, മുൻമന്ത്രി KP രാജേന്ദ്രൻ, തൃശൂർ DCC അധ്യക്ഷൻ ജോസ് പള്ളൂർ, കേരള ബാങ്ക് വൈസ് ചെയർമാൻ MK കണ്ണൻ എന്നിവർ പങ്കെടുത്തു.
ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 5770 രൂപ, പവന് 46,200.